US സൈന്യം പൂർണ്ണമായും ഇറാഖിൽ നിന്നും പിന്മാറുന്നു. വമ്പൻ പ്രഖ്യാപനം നടത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2003 ബോംബുമായി എത്തിയ അമേരിക്ക 2026 ബാഗ് പാക്ക് ചെയ്ത് മടങ്ങുന്നു. 2 പതിറ്റാണ്ടിലേറെ തന്നെ നീണ്ടുനിന്ന യുദ്ധത്തിന്റെ കണക്ക് തീർത്തുകൊണ്ട് അമേരിക്ക മടങ്ങുമ്പോൾ ഇറാഖ് ഇനി ഇറാഖുകാർക്ക് മാത്രം സ്വന്തമാകും. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ തന്ത്രം മാറുന്നു എന്നതിന്റെ സൂചനയാണ് ഈ പിന്മാറ്റം. 23 വർഷങ്ങൾക്ക് ശേഷമാണ് US സൈന്യം ഇറാഖിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് 2024 ഇറാഖ് സർക്കാരുമായി ഒപ്പുവെച്ച തന്ത്രപ്രധാനമായ കരാറിന്റെ തുടർച്ചയായിരുന്നു ഈ പൂർണ്ണമായ സൈനിക പിന്മാറ്റം എന്നതാണ് ഇപ്പോൾ പെന്റഗൺ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഇറാഖിൽ സദ്ദാം ഹുസൈൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനായിട്ട് 2003 അമേരിക്ക ആരംഭിച്ച തന്ത്രപ്രധാന സൈനിക ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് അതിനാണ് ആ ഒരു ഭാഗമായതിന്റെ ഔദ്യോഗിക തിരശ്ശീല ഇപ്പോൾ വീഴുകയാണ്. ഇറാഖിൽ അവശേഷിക്കുന്ന തങ്ങളുടെ മുഴുവൻ സൈനികരെയും വരാനിരിക്കുന്ന സെപ്റ്റംബർ 30 തന്നെ പൂർണ്ണമായും പിൻവലിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ ഇറാഖ് പ്രധാനമന്ത്രി അലി അൽ സ്വീദുമായി തന്നെ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് US ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതും വിനാശകരവുമായ സൈനിക അധ്യായങ്ങളിൽ ഒന്നിന് അന്ത്യം കുറിക്കുന്നു എന്ന നിർണായക തീരുമാനം ഇപ്പോൾ ട്രംപ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇറാഖിൽ ഇനി തങ്ങൾക്ക് സൈനിക സാന്നിധ്യത്തിന്റെ ആവശ്യമില്ല എന്ന് വ്യക്തമായ സൂചന നൽകിയ ട്രംപ് ആകട്ടെ ഭാവിയിൽ സുരക്ഷാ ആവശ്യങ്ങൾ വരാനിരിക്കുകയാണ് എങ്കിൽ അവരെ സഹായിക്കാൻ തങ്ങൾ ഒപ്പം ഉണ്ടാകുമെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന്റെ ആവശ്യമില്ല എന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അവിടെ പുതിയ തലത്തിലേക്ക് വളരുകയാണ് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആ കരാറിനു ശേഷം ഇറാഖിൽ നിലയുറപ്പിച്ചിരുന്ന ഭൂരിഭാഗം US സൈനികരും ഇതിനോടകം തന്നെ മാതൃരാജ്യത്തേക്ക് മടങ്ങിയിരുന്നു. തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ US സൈന്യം ഇറാഖിന്റെ സ്വന്തം സുരക്ഷാ സേനയ്ക്ക് അവിടെ ഘട്ടം ഘട്ടമായി തന്നെ കൈമാറി വരികയായിരുന്നു. അമേരിക്കൻ സേന നൽകിയ ഔദ്യോഗിക പരിശീലനവും പിന്തുണയും വഴി തന്നെ ഇറാഖ് സൈന്യമാകട്ടെ സ്വയം പര്യാപ്തത കൈവരിച്ച സാഹചര്യത്തിലാണ് തങ്ങളുടെ സൈനിക സാന്നിധ്യം വെട്ടിച്ചുരുക്കിക്കൊണ്ട് താവളങ്ങൾ ഒഴിഞ്ഞുകൊടുക്കാൻ US തയ്യാറായിരിക്കുന്നത്. സെപ്റ്റംബറിലെ ഈ ഔദ്യോഗിക പിന്മാറ്റത്തോടു കൂടി തന്നെ ഇറാഖിലെ വിദേശ സൈനിക ഇടപെടലുകളുടെ നീണ്ട ചരിത്രത്തിനാണ് ഇപ്പോൾ ശാശ്വതമായ ഒരു പരിഹാരമാകുന്നത്. അതുമാത്രമല്ല മാരകമായ കൂട്ടനാശ വലിയ രീതിയിലുള്ള മാരകമായ ആയുധങ്ങൾ സദ്ദാം ഹുസൈന്റെ പക്കലുണ്ട് എന്ന അന്നത്തെ US ഭരണകൂടത്തിന്റെ കണ്ടെത്തലുകളെ തുടർന്നുകൊണ്ടാണ് 2003 മാർച്ചിൽ അമേരിക്ക ആകട്ടെ ഇറാഖിലേക്ക് അധിനിവേശം നടത്തിയത്. എന്നാൽ അത്തരം ആയുധങ്ങളൊന്നും തന്നെ ഇവിടെ കണ്ടെത്താൻ പിന്നീട് കഴിഞ്ഞിരുന്നില്ല. യുദ്ധം കൊടുമ്പിരി കൊണ്ട 2007 ഏകദേശം 1.7 ലക്ഷത്തിലധികം അമേരിക്കൻ സൈനികരാണ് ഇറാഖ് മണ്ണിൽ നിലയുറപ്പിച്ചിരുന്നത്. പിന്നീട് അവിടെ ഒബാമ ഭരണകൂടത്തിന്റെ കാലത്ത് വലിയ തോതിൽ സൈനികരെ പിൻവലിക്കുകയും 2011 US കോമ്പാക്ട് ദൗത്യം താൽക്കാലികമായി തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2014 ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരാകട്ടെ ഇറാഖിന്റെയും സിറിയയുടെയും വലിയൊരു ഭാഗം പിടിച്ചെടുക്കുന്നതോടുകൂടി തന്നെ ഇറാഖ് സർക്കാരിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചുകൊണ്ട് US സൈന്യം വീണ്ടും അവിടെ തിരിച്ചെത്തുകയാണ് ഉണ്ടായിരിക്കുന്നത്. 2021 കൂടി തന്നെ ISന്റെ താവളങ്ങൾ തകർത്ത ശേഷവും സൈന്യത്തിന് പരിശീലനം നൽകുന്നതിനായി തന്നെ 2500ഓളം വരുന്ന US സൈനികർ അവിടെ തുടരുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ മാസം നടക്കുന്ന ട്രംപ് സെയ്ദി കൂടിക്കാഴ്ചയോടുകൂടി തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയുള്ള 2 പതിറ്റാണ്ടിലധികം തന്നെ നീണ്ടുനിന്ന ആ ഒരു അധിനിവേശത്തിന് അല്ലെങ്കിൽ അതെല്ലാം അവിടെ തിരശീല വീഴ്ത്തിക്കൊണ്ട് രാഷ്ട്രീയ അസ്ഥിരതകൾക്കും ഒടുവിൽ ഇറാഖിന്റെ സ്വന്തം പരമാധികാരം പൂർണ്ണമായും തന്നെ അവർക്ക് തിരികെ നൽകുകയാണ് ഇവിടെ ചെയ്യാനൊരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.